ഞാൻ ഓൾറെഡി 2 ദിവസമായിട്ട് ഇതിന്റെ ഒരു എന്താണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എല്ലാ മീഡിയയിലും. അപ്പം ഇതുവരെയും ഞാൻ അതിനൊരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഒരു തീരുമാനത്തിലുണ്ടായിരുന്നു പരാതി കൊടുക്കണം എന്നുള്ളത് തന്നെ. അതിനെ പറ്റിയുള്ള ബാക്കിയുള്ള നിയമപരമായ കാര്യങ്ങൾ നോക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ കംപ്ലൈന്റ് SHOയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായും അതിന് എതിരെയുള്ള ഏറ്റവും എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്ന് തന്നെ എനിക്ക് കുറച്ച് വിശ്വാസവുമുണ്ട്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഭയങ്കര മോശമായിട്ടുള്ള സൈബർ അറ്റാക്കിംഗ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്ക് ഇതുവരെയും ഞാൻ അനുഭവിച്ചിരുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളുടെ രൂപത്തിലായിരുന്നു. അത് ഫേക്ക് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആളുകളിൽ നിന്നും കമന്റിന്റെ രൂപത്തിലായിരുന്നു ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ റീസെന്റ് ഞാനൊരു ചടങ്ങിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ അവരുടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് പലതവണ ഇൻഫോം ചെയ്തിട്ടും വീണ്ടും അതേപോലെ തന്നെയുള്ള അതിലും ഇരട്ടിയായിട്ടുള്ള അറ്റാക്കുകൾ ഇദ്ദേഹം പല പ്ലാറ്റ്ഫോമിൽ പോയി എന്നെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നത് നമുക്ക് ഈ റീസെന്റ്ലി കൂടി എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തതിൽ നിന്നും ഭയങ്കര മോശമായിട്ടുള്ള ജസ്റ്റേഴ്സും സംസാരവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പരാതിയായിട്ട് ഇപ്പൊ കൊടുക്കാനുള്ള ഒരു റീസൺ. ആദ്യം ഫേസ്ബുക്കിലൂടെ ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഹണി തയ്യാറായിരുന്നില്ല, അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ട് ഒരു തിരുത്തലാണ് കൺസിഡറേഷൻ കൊടുത്തതല്ല. നമ്മള് ഇതൊരു ചെറിയൊരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ മാത്രം ഇരുന്ന് ആലോചിച്ചിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല. കാരണം ഇതിന്റെ നിയമസാധ്യതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ലോയേഴ്സിന്റെ